ഈ ഹാൻഡിൽ ഇവരെന്തിനാണ് ഇവിടെ നിന്ന് ഒരു ബെൻഡ് ഇങ്ങനെ കൊടുത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അങ്ങോട്ട് മനസ്സിലാകുന്നത്. ഇത് സ്ട്രൈറ്റ് ഹാൻഡിലായിട്ട് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ കുട്ടി എക്സോസ്റ്റ് ഉണ്ട്, ഭയങ്കര നൈസാണ്. സൗണ്ട് എൻ്റെ മോനെ, ഈ സാധനം വെച്ചിട്ട് ഈ വണ്ടിയുടെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. സൗണ്ട് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതുവരെ ഇറങ്ങിയ പൾസർ സീരീസ് നമുക്ക് ആദ്യമായിട്ട് ഒരു പൾസർ ബൈക്കിൽ 110 സെക്ഷൻ ഫ്രണ്ട് ടയറും 140 സെക്ഷൻ ബാക്ക് ടയറും വരുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെയൊക്കെ ബ്രേക്കിംഗ് എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്, നല്ല ബൈറ്റുള്ള ബ്രേക്കാണ്. പക്ഷേ നമ്മുടെ N250 എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ABS സ്വിച്ചബിൾ ABS വരുന്നുണ്ട്. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് 2024 മോഡൽ പൾസർ N250 ആണ്. അപ്പോൾ നമ്മുടെ മുന്നത്തെ വേരിയൻറ്റ് പോലെയല്ല, ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേരിയൻ്റാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമുക്ക് വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഫ്രണ്ടിൽ നിന്ന് തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ചേഞ്ചസ് വണ്ടിയിലുണ്ട്. നമ്മുടെ USD ഫോർക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മുടെ ഡോമിന 250 ഉണ്ടായിരുന്ന ആ ഒരു സെയിം 37mm USD ഫോർക്ക് ഈ ഒരു വണ്ടിയിലുണ്ട്. പിന്നെ 10x10 നാവിഗേഷൻ, സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ടയർ അപ്പ് സൈസ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചേഞ്ചസോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു വണ്ടി വീണ്ടും റീലോഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളത് റിവ്യൂലോട്ട് പോവാം ഗൈസ്. അപ്പോൾ നമ്മുടെ മെഷീൻ ഇതായിരിക്കുന്നു. എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയേണ്ടത് ഇതിൻ്റെ ഒരു ടോട്ടൽ ഈ ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. അതെന്ന് വെച്ചാൽ മുന്നത്തെ വേരിയൻറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു മുന്നത്തെ വേരിയൻറ്റുമായിട്ട് ഈ ഒരു വണ്ടി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത, വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും ചേഞ്ചാണ് ബജാജ് ഇതിൽ കൊണ്ടുവന്നേക്കാൻ കേട്ടോ. അവിടെ ഒരു കംബാക്ക് എന്നൊക്കെ പറയാൻ പറ്റിയ ആ ഒരു തിരിച്ചുവരവാണ് N250 എന്ന് പറഞ്ഞ മോഡലിൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്പെക്കും കാര്യങ്ങളും ഈ ഒരു വണ്ടിയിലുണ്ട്. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് 250cc ബൈക്കാണ് കേട്ടോ. ഇപ്പോൾ നിലവിലുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് 250cc ബൈക്കാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ, ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ N250 എന്ന് പറയുന്നത് കേട്ടോ. കണ്ണുടച്ചുകൊണ്ട് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. കാരണം പ്രൈസ് റേഞ്ച് വെച്ച് കമ്പയർ ചെയ്താലും നിലവിലുള്ള ബാക്കി 250cc ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തായാലും നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വണ്ടി അപ്പുറത്ത്, ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തിരിക്കുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മുമ്പ് ഇവിടെ വെച്ച് വേറെ NSൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ശരിക്കും അപ്പുറത്തിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എന്നെ വണ്ടി ഇവിടെ കൊണ്ട് വെച്ച് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് എടുത്ത സമയത്ത് എൻ്റെ മോനെ, വണ്ടി ആക്സിലേറ്റർ ഒന്നും കൊടുക്കണ്ട, ക്ലച്ച് മാത്രം ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഒരു പുള്ളുണ്ട്, വണ്ടിയുടെ ആ ഒരു ചാട്ടം. അതിന് പുതിയ വണ്ടി ആയതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മോനെ ആ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് എന്ത് പറയണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചാട്ടം വണ്ടി. ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടിയുടെ ആ ഒരു പുള്ളെന്ന് പറയുന്നത്, ആക്സിലേറ്റർ ഒന്നും കൊടുക്കണ്ട. ഞാൻ ആക്സിലേറ്റർ കൊടുക്കാതെ വണ്ടി ഇങ്ങനെ നമ്മൾ ട്രാഫിക്കിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകില്ല, അതുപോലെ കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ നമ്മൾ കൊല്ലം സാരഥി ബജാജിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ പ്ലാന്റിലാണ് ഇപ്പോൾ ശരിക്കും നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് വേറെ വണ്ടികൾ ഇരിപ്പുണ്ട്. നിങ്ങൾ N250 മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇതിനെപ്പറ്റി മാത്രമാണ് ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്ന സമയത്തും നമ്മൾ മുന്നേ ഈ ഫസ്റ്റ് വേരിയൻറ്റ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഈ വണ്ടിയുടെ USD ഫോർക്ക് വരുന്നതിന് മുന്നത്തെ വേരിയൻറ്റ് നമ്മൾ യൂട്യൂബ് ചാനലിൽ കുറേ നാൾ മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്നാലും നമുക്ക് ചേഞ്ചസ് ആണല്ലോ മുഖ്യം എന്ന് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ ഒരു നോർമൽ ടൈപ്പ്, ഒരു പുതിയ മോഡലാണെന്ന് ചോദിച്ചാൽ നമ്മൾ പൾസർ സീരീസിലൊന്നും അധികം കാണാത്തൊരു ടൈപ്പ് മിറർ നമുക്ക് കാണാൻ പറ്റും. നല്ല വിസിബിളാണ്. ഞാൻ ഇപ്പോൾ വണ്ടി ഓടിച്ച സമയത്തായാലും പുറകിലോട്ടുള്ള വ്യൂസൊക്കെ നല്ലപോലെ കിട്ടുന്നുണ്ട്. പിന്നെ ഹാൻഡിലെ പോർഷനിലോട്ട് വരാം, അത് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഹാൻഡിൽ പോർഷനിലോട്ട് വരാൻ കേട്ടോ. പിന്നെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഡ്യൂക്കിലും ഡോമിനർ 400 വരുന്ന പോലെ ഒരു സെയിം ഇൻഡിക്കേറ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ക്വാളിറ്റി, ആ ഒരു പ്രീമിയം ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും പക്ക നേക്കഡായിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. ഇത് ശരിക്കും ഒരു നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്ററാണ്. അപ്പോൾ അതിൻ്റെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ പക്ക നേക്കഡായിട്ട് ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട്, ഓപ്പൺ ആക്കിയിട്ട്. ഇവിടെ ഒരു വൈസർ എന്ന് പറയുന്ന സാധനമേ ഇല്ല, വിൻഷീൽഡോ അങ്ങനെയുള്ള ഒരു സാധനവും ഇല്ല, പക്ക നേക്കഡായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു ഷേപ്പ് നമുക്ക് നല്ലപോലെ, അത്രയും നല്ല വലിയൊരു ഹെഡ്ലൈറ്റ് കൊടുക്കാൻ പറ്റിയൊരു ഷേപ്പ് ഇരിപ്പുണ്ട് കേട്ടോ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് MT-50ൻ്റെ കോപ്പിയാണെന്ന്. ഒരിക്കലും അല്ല, കോപ്പിയാണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആ ഒരു DRലും ആ ഒരു പ്രൊജക്ടറും ആ ഒരു റൗണ്ടഡ് ആയിട്ടുള്ള പ്രൊജക്ടറൊക്കെ പ്ലേസ് ചെയ്തേക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് രണ്ട് വണ്ടിയിൽ സിമിലറാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് MT-50ൻ്റെ കോപ്പിയാണ് ഈ ഒരു സാധനം എന്ന് പറയാം. നിങ്ങൾക്ക് സിമിലാരിറ്റി തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട് ഹെഡ്ലൈറ്റിൽ നിന്ന് മാത്രമാണ് കേട്ടോ. വേറെ ഒരു ഭാഗത്തും നമ്മുടെ MT-50നായിട്ട് ഈ വണ്ടിക്ക് യാതൊരു സാമ്യവുമില്ല. ഇതിൻ്റെ പെർഫോമൻസ് ഉണ്ടായാലും ഇതിൻ്റെ ലുക്ക് വൈസ് ആയാലും ആ ഒരു ഹെഡ്ലൈറ്റിൽ മാത്രമാണ് നിങ്ങൾക്ക് സിമിലാരിറ്റി തോന്നുന്നത്. ബാക്കി ആ വണ്ടിയായിട്ട് യാതൊരു സിമിലാരിറ്റി ഇല്ല. അങ്ങനെ പറയുന്നത് തന്നെ ഭയങ്കര മോശമാണ് കേട്ടോ. നേരിട്ട് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഇതും തമ്മിൽ നല്ല വേരിയേഷൻ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി താഴോട്ട് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു ഹെഡ്ലൈറ്റ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വൈഡർ ആയിട്ടുള്ള ഒരു ഇങ്ങനെ ഒരു സാധാ ഒരു ഗ്ലാസ് പോലത്തെ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം ആ ഒരു സൈസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ അത്രയും വലുതായിട്ടുള്ളൊരു ലാർജർ ആയിട്ടുള്ള സ്പേസ് ഇവിടെ വെറുതെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന റൈസിംഗ് റെഡ് എന്ന് പറഞ്ഞിട്ട് കളറാണ്, അത് ഗ്ലോസിയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റിക്കേഴ്സ് കാണാൻ പറ്റും, ഗ്രേയും വൈറ്റും കൂടെ കോംബോയിൽ ഇവിടെ ഡീകോൾസ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഐക്കോണിക് DR
DRLാണ്. ജസ്റ്റ് ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ചാവി ഓൺ ആക്കുന്ന സമയത്ത് നമ്മുടെ DRL ഇവിടെ വർക്കാവും കേട്ടോ. പക്ക ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ബജാജിൻ്റെ വണ്ടിയാണ്, ലോ ക്വാളിറ്റിയാണ് എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഈ ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു വണ്ടിയല്ല, ഇപ്പോൾ നമ്മുടെ പുതിയ NS100 ആയാലും N250 ആയാലും Dominar 400 ആയാലും ആ ഒരു വണ്ടിയൊക്കെ ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വണ്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി ചേഞ്ച് മനസ്സിലാവും. പഴയ ക്വാളിറ്റി ഒന്നും അല്ല ഇപ്പോൾ. അപ്പോൾ DRLൊക്കെ പക്ക ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ നൈറ്റ് അല്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല. പക്ഷേ യൂസർ റിവ്യൂസൊക്കെ അന്വേഷിച്ച സമയത്ത് ഇതിൻ്റെ ഈ ഒരു ബൈ ഫംഗ്ഷനിലെ LED ഉണ്ടല്ലോ പക്ക വൈഡാണ്. നിങ്ങൾ വിചാരിക്കും ആ ഒരു റൗണ്ടഡ് ഒറ്റ സാധനം വലിയ ഉള്ളതിന് വെട്ടം കുറവാണെന്നൊക്കെ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കാം. പക്ഷേ നല്ലപോലെ നല്ല സ്പ്രെഡും നല്ല വൈഡും ആയിട്ടുള്ള പ്രൊജക്ടർ ബൈ ഫംഗ്ഷനിലെ LED ആണ് വരുന്നത്. പിന്നെ ഏറ്റവും വലിയ മാറ്റം നമ്മൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന, ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ് നമ്മളെ UST ഫോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ Dominar 400ലാണ് ആദ്യം നമുക്ക് UST ഫോർക്ക് കിട്ടിയേട്ടോ. Dominar 400ലാണ് നമുക്ക് ബജാജിൻ്റെ വണ്ടികളിലെ ഏറ്റവും ആദ്യം UST ഫോർക്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ ആദ്യം കാണുന്നത്. പിന്നെ നമ്മുടെ NS100ലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് എഡിഷൻ NS100 UST ഫോർക്ക് ഉണ്ട്. പിന്നെ Dominar 250 RSലൊന്നും ഇതുവരെ ആയിട്ടില്ല. RSന് ഒരു കമ്പാക്കിന് വേണ്ടി വണ്ടി പ്രാന്തൻ എന്നുള്ള രീതിക്ക് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് RSന് നല്ലൊരു അപ്ഡേറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മുന്നത്തെ വേരിയൻ്റ് എന്ന് പറയുന്നത് സാധാ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടെലിസ്കോപ്പിക്ക് മാറിയിട്ട് ഇപ്പോൾ നമ്മൾ 37mm UST ഫോർക്ക് വരുന്നുണ്ട്. അത് ആ ഒരു റെഡിൻ്റെ കൂടെ ആ ഒരു ഷാമ്പയിൻ ഗോൾഡ് ഉണ്ടല്ലോ, ഇത് ശരിക്കും ഷാമ്പയിൻ ഗോൾഡ് എന്നുള്ളൊരു കളറാണ്. ഇത് റാപ്പിംഗ് ഒന്നും അല്ല. നമ്മൾ Dominar 400 കണ്ട ആ ഒരു പക്ക സിൽവർ ഉണ്ടല്ലോ, ആ സിൽവർ കളറിൻ്റെ കോട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. പക്ക അതെന്ത് ടൈപ്പാണ്, ഈ ഒരു എങ്ങനെയാണ് അവർ ചെയ്തേക്കുന്നത് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ ആ ഒരു സെയിം കളർ നമ്മൾ ഷാമ്പയിൻ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കളറാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. അത് Dominar 400 നമ്മൾ 43mm UST ഫോർക്ക് ആയിരുന്നു. ഇതിലോട്ട് വരുമ്പോഴത്തേക്കും 37mm ആണ്. കുറച്ച് സൈസ് കുറവാണ്. എന്നാലും NS100 കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ സൈസാണ് കേട്ടോ. Dominar 250 വരുന്ന സെയിം സൈസാണ്. അതായത് 37mm UST ഫോർക്കാണ് വരുന്നത്. അത്ര ഹാർഡൊന്നുമല്ല, അത്ര സോഫ്റ്റും അല്ല, അത്രയൊരു രീതിക്കാണ് അതിൻ്റെ ഒരു ടൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ട്രാവൽ കുറച്ച് ഇതാണ്, ഇത്രയേ ഉള്ളൂ കേട്ടോ ട്രാവൽ. അപ്പോൾ അത് എനിക്ക് കറക്റ്റ് എന്താണെന്ന് അറിയാൻ വയ്യ. കുറച്ച് ട്രാവൽ കുറവായ പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ലുക്ക് വൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ ഭയങ്കര ലുക്കാണ് കേട്ടോ. ആ ഒരു ഗോൾഡൻ കളറും ആ ഒരു റെഡും കൂടെ വന്നപ്പോഴത്തേക്കും നല്ല പക്ക മാച്ചിങ് ആണ്. പിന്നെ കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ മഡ്ഗാർഡിൻ്റെ ഡിസൈൻ കാണാൻ പറ്റും. ഒരു ടിപ്പിക്കൽ നമ്മൾ ബജാജിൻ്റെ ബൈക്കിലൊക്കെ മുന്നേ കണ്ടിട്ടുള്ള പോലത്തെ ഒരു മഡ്ഗാർഡാണ് ഇരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ടൊരു ടോപ്പ് പോർഷൻ ഇരിപ്പുണ്ട്. താഴെ ഒരു ഫൈബർ കിറ്റാണ്. 2 ഫൈബർ തന്നെയാണ്, പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ് വരുന്നത്. ഇതിപ്പോൾ ഗ്ലോസി റെഡിൽ ആ ഒരു ഫിനിഷ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ ബാക്കിലായിട്ട് വീണ്ടും ഒരു എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു പീസ് വെച്ചേക്കുന്നത് കേട്ടോ. മുകളിലൊരു റെഡ് പീസും പിന്നെ വീണ്ടും ഒരു മാറ്റ് ഫിനിഷുള്ള ഒരു പീസുമാണ് ഒറ്റ സെറ്റായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ പർപ്പസ് വൈസ് നോക്കുവാണെങ്കിൽ നല്ല യൂസാണ്. കാരണം അധികം ചെളിയൊന്നും എഞ്ചിൻ സൈഡിലോട്ടൊന്നും അടിച്ച് കയറാത്ത രീതിക്കുള്ള കുറച്ചുകൂടെ നല്ല ലെങ്ത് ആയിട്ടാണ് ഈ ഒരു സൈഡ് വരെ പോയിട്ടുണ്ട്. എഞ്ചിൻ്റെയൊക്കെ ആ ഒരു ഈ ഒരു ലെവൽ വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പർപ്പസ്ഫുള്ളി നോക്കുവാണെങ്കിൽ നല്ല യൂസ് ആയിരിക്കും. കാരണം ഒരുപാട് ചെളിയൊന്നും അകത്തോട്ട് എഞ്ചിൻ സൈഡിലോട്ടൊന്നും അടിച്ച് കയറാത്ത രീതിക്കുള്ളൊരു സാധനമാണ്. പക്ഷേ ലുക്ക് വൈസ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ഇവിടെ ഒരു കവറിങ് ഒക്കെ വരുന്നുണ്ട്. കാരണം അവിടെ നിന്നുള്ള ചെളി നമ്മുടെ ഈ ഫോർക്കിൻ്റെ ഇടയ്ക്കൊന്ന് കയറിയിട്ട് ഓയിൽ സീലൊന്നും പൊട്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കവറിങ് പോലെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര നൈസാണ്. പിന്നെ ഡ്യുവൽ ചാനൽ ABS ആണ്, അതിൻ്റെ ഒരു സ്റ്റിക്കർ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ ഒക്കെ സെക്ഷനിലോട്ട് പോകുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഡിസ്ക് അതിൻ്റെ റോട്ടറൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് NS100 ഉണ്ടായിരുന്ന ആ ഒരു പെറ്റൽ ഡിസ്ക് നമുക്ക് വീണ്ടും ഈ ഒരു വണ്ടിയിൽ തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു പെറ്റൽ ഡിസ്കിൻ്റെ ഒരു ആരാധകനാണ്. കാരണം എനിക്ക് ഈ ഒരു കട്ടിങ് വരുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോഴത്തെ NS100 ഒരു ടോട്ടലി മാറ്റിയിട്ടുണ്ട്, ഫുള്ളി റൗണ്ടഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പെറ്റൽ ഡിസ്ക് കാണാൻ ഭയങ്കര രസമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ 300mm ഡിസ്ക് വരുന്നത്, അത് ബൈബ്രേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രമിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് വരുന്നത്. കുറച്ചുകൂടെയൊക്കെ ബ്രേക്കിംഗ് എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. നല്ല ബൈറ്റുള്ള ബ്രേക്കാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സ്പെഷ്യൽ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഈ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ വീഡിയോ ആകുമ്പോഴത്തേക്ക് എടുത്ത് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. നമുക്ക് പൾസർ സീരീസിൽ ആദ്യമായിട്ട്, ഇതുവരെ ഇറങ്ങിയ പൾസർ സീരീസിൽ നമുക്ക് ആദ്യമായിട്ട് ഒരു പൾസർ ബൈക്കിൽ 110 സെക്ഷൻ ഫ്രണ്ട് ടയറും 140 സെക്ഷൻ ബാക്ക് ടയറും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് Dominar 400 ഇരിപ്പുണ്ട്. Dominar 400 നമുക്ക് 110 ബാക്കിൽ 150 കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പൾസർ സീരീസിൽ നമുക്ക് ആദ്യമായിട്ടൊരു 110 സെക്ഷൻ ടയർ ഫ്രണ്ടും 140 സെക്ഷൻ ബാക്ക് ടയർ. അതിൽ നമുക്ക് വരുന്ന ടയർ എന്ന് പറയുന്നത് MRFിൻ്റെയാണ് വരുന്നത്. MRFിൻ്റെ സാപ്പർ എന്ന് പറഞ്ഞിട്ട് സീരീസിലുള്ള ടയറാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് തരുന്ന ടയറാണ്. അത്ര ഭയങ്കര പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കോർണറിങ്ങിനൊക്കെ ജസ്റ്റ് ഓക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഒരു സൈഡിലോട്ട് വണ്ടിയുടെ സൈഡ് ലുക്ക് എല്ലാ വീഡിയോയിലും പറയാനുള്ള കാര്യമാണ്, ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്. ഏത് വണ്ടിയായാലും ഇങ്ങനെ ഒരു സൈഡിൽ നിന്നുള്ള ലുക്കാണ് ഒരു ഭയങ്കര ഒരു അടിപൊളിയായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു N250 എന്ന് പറയുന്ന വണ്ടിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ വണ്ടി നമ്മളെ കൈയും കെട്ടിയിരിക്കാൻ നോക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു സൈഡിലും വണ്ടി ഇവിടെ കുറച്ചുകൂടെ നന്നായിരുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നൊരു ഫീൽ ഇല്ല കേട്ടോ. കാരണം ഇതിൻ്റെ ടാങ്ക് ആയാലും എൻ്റെ ബാക്കിലത്തെ സീറ്റ് കവളായാലും അണ്ടർ ബെല്ലി ആയാലും നല്ല വലുതായിട്ടുള്ളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ബൾക്കായിട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. കാരണം ഇതൊരു 250cc ബൈക്കാണ്. ഒരു 100 to 150 വരെയുള്ള ഒരു കമ്മ്യൂട്ടർ ബൈക്കിൽ കാണുന്ന പോലെ ഒരു സാധനമല്ല ശരിക്കും കൊടുക്കേണ്ടത്. അപ്പോൾ അത് അവർ അറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൈഡറായിട്ടുള്ള നല്ല വലുതായിട്ടുള്ള നല്ല ബൾക്കായിട്ടുള്ള ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കയറി ഇരിക്കുന്ന സമയത്താണ് കുറച്ചുകൂടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്തായാലും നമുക്ക് ആ ഒരു ബൾക്കിനെസ് ഫീൽ ചെയ്യും. നല്ല എക്സ്റ്റൻഡ് ആയിട്ടുള്ള ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ പോർഷനിൽ നിന്ന് ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് ഒരു സെപ്പറേറ്റ് കിറ്റും
കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടം വരെ മാത്രമല്ല, വീണ്ടും ഒരു സെപ്പറേറ്റ് കിറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്യാച്ചിങ് ആയിട്ടുള്ള നമ്മുടെ അണ്ടർബെല്ലിയാണ്. അവിടെ ഒരു റെഡ് വരുന്നുണ്ട്. ഈ ഒരു റേസിംഗ് റെഡ് എന്ന് പറഞ്ഞാൽ അവിടെയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ മഡ്ഗാർഡ് കൊടുത്ത പോലെ ഇവിടെ ഒരു സെപ്പറേറ്റ് പീസാണ് റെഡ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഫൈബർ കിറ്റ് ബ്ലാക്കാണ് വരുന്നത്. അതിൽ ചെറിയൊരു വൈറ്റും ചെറിയൊരു ഡാർക്ക് റെഡും ഡിക്കോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അണ്ടർബെല്ലി കഴിഞ്ഞ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു എയർ കൂൾഡ് ആയിട്ടുള്ള 250cc എഞ്ചിനാണ്, ഓയിൽ കൂൾഡാണ് വരുന്നത്. ഇതിൻ്റെ ഫിൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, എയർ കൂൾഡാണ്. ഈ ഒരു സൈഡിലൊക്കെ എയർ കൂളിങ്ങിൻ്റെ ആ ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ 24.5 bhp ആണ്. പിന്നെ വീണ്ടും കുറച്ചുകൂടെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഫ്രെയിമും കാര്യങ്ങളും കാണാൻ പറ്റും. ഇവിടെയും ചെറിയ ഡിക്കോൾസ് ഉണ്ട്. മാറ്റ് ഫിനിഷാണ് വരുന്നത്, ബ്ലാക്കിൽ മാറ്റ് ഫിനിഷാണ് വരുന്നത്. പിന്നെ നമ്മുടെ കുട്ടി എക്സോസ്റ്റ് ഉണ്ട്, ഭയങ്കര നൈസാണ്. സൗണ്ട് എൻ്റെ മോനെ, ഈ സാധനം വെച്ചിട്ട് ഈ വണ്ടിയുടെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. സൗണ്ട് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്, സൗണ്ട് എന്തായാലും കേൾക്കണം. ഒരു ടിൻ ബാരൽ എക്സോസ്റ്റാണ് വരുന്നത്. നിങ്ങൾക്ക് 2 പൈപ്പ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ടോപ്പ് പൊസിഷനിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ സീറ്റാണ് കേട്ടോ. സീറ്റ് പില്ലിനായാലും നമ്മുടെ റൈഡർ സീറ്റ് ആയാലും നല്ല വൈഡാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് വരുന്നത് കേട്ടോ. NSലൊക്കെ വെച്ച് ഇപ്പോൾ ഞാൻ NSൻ്റെ കാര്യം എപ്പോഴും പറയുന്നത് എൻ്റെ കയ്യിൽ NS ആയതുകൊണ്ടാണ്. കാരണം എനിക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് അത് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുഷനിയൊക്കെ നോക്കുവാണെങ്കിൽ നല്ല പില്ലിയൻ സീറ്റ് കുറച്ചൊന്ന് ഹാർഡായിട്ട് തോന്നുന്നുണ്ട്. റൈഡർ സീറ്റ് അതിനെക്കാട്ടി കുറച്ചുകൂടെ ഒന്ന് കുഷൻഡായിട്ടുള്ള ഫീലുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വൈഡാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ടാങ്ക് ഉണ്ടോ, എനിക്ക് നല്ലപോലെ കാലെത്തുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.3 ആണ് കേട്ടോ. എനിക്ക് പ്ലാന്റഡ് ഫുട്ടാണ്. ഉപ്പൂറ്റി മുതൽ എൻ്റെ ഫ്രണ്ട് ആ വിരലിൻ്റെ ആ ഒരു അവിടം വരെ 2 സൈഡ് എനിക്ക് നല്ലോണം പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഒരു 5.4 5.3 ഒക്കെയാണ് നിങ്ങൾ ഹൈറ്റ് എന്നുണ്ടെങ്കിൽ നൈസായിട്ട് കൊണ്ടുപോകാൻ പറ്റും. 5 ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഫ്രണ്ട് ആ ഒരു വിരലെത്തിയാലും 2 സൈഡും ബാലൻസ് ചെയ്യാനൊക്കെ പറ്റില്ല. എനിക്കിപ്പോൾ അതെ പ്ലാനറ്റ് ഫുട്ടാണ്, നൈസാണ് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ടാങ്ക് നല്ല ബൾക്കായിട്ടുള്ള ടാങ്കാണ്. ഇവിടുന്ന് സെപ്പറേറ്റ് കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റൈസിങ് റെഡ്, ഓൾവേസ് എനിക്ക് റെഡിനോട് ഭയങ്കര ആരാധനയാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഒക്കെ ഭയങ്കര നൈസാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ആ മീറ്ററൊക്കെ പക്ക ഒരു നേക്കഡായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ വൈസറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് വെറുതെ ഇങ്ങനെ എടുത്ത് അങ്ങനെ പ്ലേസ് ചെയ്തേക്കാണ് അവർ. അപ്പോൾ ഈ ഒരു മീറ്ററിൻ്റെ ആ ഒരു സൈഡിലോട്ടൊക്കെ പോകുന്ന സമയത്ത് പറയാനായിട്ട് മെയിനായിട്ടുള്ളത് നമ്മുടെ ഈ ഹാൻഡിലാണ്. ഈ ഹാൻഡിൽ ഇവരെന്തിനാണ് ഇവിടെ നിന്നൊരു ബെൻഡ് ഇങ്ങനെ കൊടുത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അങ്ങോട്ട് മനസ്സിലാവുന്നത്. ഇത് സ്ട്രൈറ്റ് ഹാൻഡിലായിട്ട് വെച്ചാൽ മതി. നമ്മുടെ ഡോമിനർ അപ്പുറത്തിരിപ്പുണ്ട്, അതിലൊക്കെ നമ്മളൊരു സ്ട്രൈറ്റ് ഹാൻഡിലുണ്ട്. അത് കുറച്ചൊരു കംഫർട്ടബിൾ ആയിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ആ ഒരു NSലൊക്കെ വരുന്ന പോലെ 3 പീസ് ഹാൻഡിലുണ്ട്. ആ 3 പീസ് ഹാൻഡിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു 3 പീസ് ഹാൻഡിൽ പിടിക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്ര ഒരു ബെൻഡ് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് സ്ട്രൈറ്റ് ഹാൻഡിലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈ ഒരു പൊസിഷനിൽ നിന്നൊക്കെ നമുക്ക് ഹാൻഡിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റിയാണ്. ഇത് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന, ഇപ്പോൾ നോർമലി ഞാൻ ഇപ്പോൾ കയറി ഇരിക്കുകയാണ്, ഹാൻഡിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇത്രയും ഒന്ന് ഫ്രണ്ടിലോട്ടൊന്ന് ആഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത്രയും ഒന്ന് ഇറങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. ഒരു ഓക്കെ ആണെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ റൈഡ് ചെയ്ത് ചിലപ്പോൾ അങ്ങ് സ്യൂട്ടബിൾ ആയിക്കോളും, അങ്ങ് ഓക്കെ ആയിക്കോളും. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇങ്ങനെ ഹാൻഡിൽ ഈ സൈഡ് കുറച്ചുകൂടെ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് പേഴ്സണൽ ഒരു അഭിപ്രായമുണ്ട്. പിന്നെ സ്വിച്ചസൊക്കെ ബേസിക് ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ഹൈ ബീം ലോ ബീമൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്വിച്ച് നമ്മുടെ മീറ്റർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ മാറ്റാനുള്ള ഒരു സ്വിച്ചാണ് കേട്ടോ. NS200ലാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ NSലാണ് ഈ ഒരു സ്വിച്ച് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ് ഈ സൈഡിടുമ്പോഴത്തേക്കും എഞ്ചിൻ കിൽ സ്വിച്ച്, പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിന് സെപ്പറേറ്റ് സ്വിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ NSലുണ്ടായിരുന്നു ഈ ഒരു സെപ്പറേറ്റ് സ്വിച്ച്. പിന്നെ നമ്മുടെ ഇഗ്നിഷൻ നമ്മുടെ സെൽഫ് സ്റ്റാർട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മുടെ എല്ലാ വണ്ടിയിലും ഇപ്പോൾ ഉണ്ട്. ബജാജിൻ്റെ എല്ലാ സീരീസിലും ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് ഒരുവിധം എല്ലാ വണ്ടിയിലും ഉണ്ട്. നമ്മുടെ USB പോർട്ടാണ് വരുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഒരുപാട് ഫീച്ചേഴ്സുള്ള നമ്മുടെ ആ ഒരു ഡിജിറ്റൽ കൺസോൾ, ഫുള്ളി ഡിജിറ്റലായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും ഒരു ഫുൾ ഡിസ്പ്ലേ ഒരു ഗ്ലാസ്സിനകത്ത് വീണ്ടും അകത്തോട്ട് ഒന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. കാരണം ഈ ഒരു സ്പേസിലൊക്കെയാണ് നമുക്ക് വാർണിംഗ് ലൈറ്റ്സ് ഒക്കെ വരുന്നത്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ആ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട്, ABS ഉണ്ട്, പിന്നെ എഞ്ചിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്, ലോ ഓയിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് നമുക്ക് ഒരു പൾസർ ബൈക്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ കോൾ ആൻഡ് SMS അലർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ എഞ്ചിൻ ഓഫ് എന്നുള്ള വാർണിംഗ് കാണിക്കുന്നുണ്ട്. 10x10 നാവിഗേഷൻ ഉണ്ട്. പിന്നെ സ്പീഡോ, ഹോഡോ, ഗിയർ പുഷ് ഇൻഡിക്കേറ്റർ, ടൈം, ട്രിപ്പ്, എന്താണ് ഡിസ്റ്റൻസ് ടു MT ഒക്കെ ഉണ്ട്. പിന്നെ ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ കാണിക്കും, വണ്ടിയുടെ മൈലേജ് കാണിക്കും, സ്പീഡോ കാണിക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്. ഒരു RPM മീറ്ററൊക്കെ എല്ലാം നമുക്ക് ഡിജിറ്റലായിട്ടാണ് കാണാൻ പറ്റുന്നത്. സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ഉണ്ട്, മെസ്സേജ് വരുന്നത്, കോൾ വരുന്നതൊക്കെ എല്ലാം നമുക്ക് അലർട്ടായിട്ട് കിട്ടും. മാപ്പും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്, എല്ലാം ഉണ്ട്. അത്ര ഡീറ്റെയിലായിട്ടൊന്നും പോകുന്നില്ല, കാരണം വണ്ടി ഇന്നലെ ഇറങ്ങിയില്ല. കുറച്ചധികം നാളായി വണ്ടി ഇറങ്ങിയിട്ട്. നമുക്കിപ്പോഴാണ് കിട്ടിയത്, കുഴപ്പമില്ല, നമുക്ക് കിട്ടുമ്പോൾ ഡീറ്റെയിലായിട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഒരുപാട് പേര് ചെയ്തതായതുകൊണ്ട് ഞാൻ അത്ര ഡീറ്റെയിലായിട്ടൊന്നും പോകുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ആ ഒരു ഇത്രയും ചെറിയൊരു മീറ്ററിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ മീറ്ററിൻ്റെ നോക്കുകയാണെങ്കിൽ ഒരു റിവേഴ്സ് ഡിസ്പ്ലേ വരുന്നത്. കാരണം ബ്ലാക്ക് ബേസ് വന്നിട്ട് അതിൻ്റെ ലെറ്റേഴ്സും ബാക്കി എല്ലാ കാര്യങ്ങളും വൈറ്റ് ആണ് കേട്ടോ വരുന്നത്. വായിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇത്രയും ഗോപ്രോയിൽ ചിലപ്പോൾ നിങ്ങൾ അടുത്തിരിക്കുന്ന പോലെ തോന്നും, പക്ഷേ ഞാൻ അത്യാവശ്യം നല്ല നോർമലി ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ഇങ്ങനെ ഇരുന്ന് നോക്കുന്ന സമയത്തായാലും നമുക്ക് ആ ലെറ്റേഴ്സ്, മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ലെറ്റേഴ്സ് പോലും നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ഇരുന്ന് വായിക്കാനൊക്കെ പറ്റും കേട്ടോ. വേറെ അങ്ങനെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ ഒരു വണ്ടി ഇറങ്ങിയ സമയത്ത് എൻ്റെ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കൊടുത്ത ഒരു സ്പെക്ക് എന്ന് പറയുന്നത് ട്രാക്ഷൻ കൺട്രോളാണ്. നമുക്ക് ഡോമിനർ 4 ഉണ്ട്, അവർ ഏറ്റവും
പ്രീമിയം വേരിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീമിയം മോഡലായിട്ടുള്ള നമ്മുടെ ഡോമിനർ 400 പോലും എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ ഇല്ലായിരുന്നു കേട്ടോ. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ പറയുന്നത് തിരുത്തുക. ഡോമിനർ പോലും ട്രാക്ഷൻ കൺട്രോൾ ഇല്ല, റൈഡിംഗ് മോഡ്സും ഇല്ല. പക്ഷേ നമ്മുടെ N250 എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ABS സ്വിച്ചബിൾ ABS വരുന്നുണ്ട്, റെയിൻ റോഡ് ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ട് 3 ABS മോഡ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഡോമിനർ 400 പോലും നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റിയ ABS അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ട്രാക്ഷൻ കൺട്രോളും വരുന്നുണ്ട്, നമുക്ക് സ്വിച്ചബിൾ ആയിട്ടുള്ള ABSും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഒരു പൾസർ സീരീസ് പൾസർ ബൈക്കിന് ഒരു ട്രാക്ഷൻ കൺട്രോൾ അല്ലെങ്കിൽ ABS ആ ഒരു റൈഡിംഗ് മോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഡോമിനർ 400 കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയിൽ ഡോമിനർ ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വെയിറ്റ് ഒക്കെ കുറച്ചിട്ട് നമ്മുടെ ഇതിലൊക്കെ കാണുന്ന പോലെ ട്രാക്ഷൻ കൺട്രോളും സ്വിച്ചബിൾ ആയിട്ടുള്ള റൈഡിംഗ് മോഡ്സും അല്ലെങ്കിൽ അല്ലാത്ത റൈഡിംഗ് മോഡ്സ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ബജാജ് ഇതിന് അണിയറയിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വണ്ടിയുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. എപ്പോഴും വണ്ടി റിവ്യൂ ചെയ്യാറുള്ള പോലെ നമ്മളൊരു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പുതിയ മോഡൽ കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അല്ല വേറെ ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് വണ്ടി കാണുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെയാണ് തോന്നിയ കാര്യങ്ങളാണ്, എനിക്ക് എന്തൊക്കെ തോന്നി എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പക്ക ഒരു വാല്യൂ ഫോർ മണി ആണെന്ന് ചോദിച്ചാൽ പക്ക വാല്യൂ ഫോർ മണി തന്നെയാണ്. അവർ കൊടുക്കുന്ന പ്രൈസിങ്ങിനുള്ള എല്ലാ ഫീച്ചേഴ്സും, വിലയ്ക്കുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ ഇപ്പോൾ ഉണ്ട്. കാരണം ഒരു 2 ലക്ഷം രൂപയ്ക്ക് അകത്ത് നിങ്ങൾക്ക് റൈഡിംഗ് മോഡ്സും ഒരു ട്രാക്ഷൻ കൺട്രോളൊക്കെ ഉള്ള വേറെ ഏത് വണ്ടിയാണുള്ളതെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. 2 ലക്ഷം രൂപയ്ക്കകത്ത് താഴെ നമ്മളൊരു വണ്ടി നോക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൈസിങ് കൂടെ നോക്കണം. അല്ലാതെ വെറുതെ നെഗറ്റീവ് മാത്രം അടിച്ചാൽ പോരാ. ഒരു നമ്മൾ ഈ കൊടുക്കുന്ന വിലയ്ക്ക് ആ വണ്ടിക്കകത്ത് എന്തുണ്ടെന്ന് നോക്കണം. അത്യാവശ്യമല്ല എൻ്റെ ഒരു ടു ബി പേഴ്സണൽ എനിക്ക് നല്ല ലുക്ക് തോന്നുന്നുണ്ട് വണ്ടി. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ളൊരു ഹെഡ്ലൈറ്റ് അല്ല, ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാകും. പക്ഷേ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് വണ്ടി ഒന്ന് നേരി കണ്ട് ആ ഒരു ഹെഡ്ലൈറ്റുമായിട്ടൊക്കെ നിങ്ങളൊന്ന് സെറ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ലുക്ക് വൈസ് നോക്കുവാണെങ്കിൽ വണ്ടി ഭയങ്കര നൈസാണ്. എനിക്ക് ഒരു സൈഡിൽ നിന്ന് അത്ര ഒരു മോശമായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ 110 സെക്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വണ്ടി ഞാൻ പറഞ്ഞത് നല്ല ബൾക്കാണ്. 140 നമുക്ക് സ്റ്റോക്കായിട്ട് ബാക്ക് വരുന്നുണ്ട്, 110 നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. എല്ലാവരും ടയർ സൈസിലൊക്കെയാണ് ബജാജിന് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നത്. എത്ര വലിയ വണ്ടി ആയാലും 100 ഫ്രണ്ടിൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ 130 NS ഡോമിനർ 250 ഒക്കെ നമുക്ക് 130 സെക്ഷൻ ടയറാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ചേഞ്ച് ചെയ്യുമെന്ന് അറിയാൻ മിക്കവാറും 140 ആക്കാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് നല്ല വൈഡറായിട്ടുള്ള തിക്കായിട്ടുള്ള ടയർ കിട്ടുന്നുണ്ട്. 140 ഫ്രണ്ടിൽ 110 അപ്പോൾ ഈ സൈഡിൽ നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ബാക്കിലത്തെ ആ ഒരു ടെയിലിൻ്റെ സൈസായാലും ടാങ്കിൻ്റെ സൈസായാലും നമ്മുടെ അണ്ടർ ബില്ല് ആയാലും നല്ല ബൾക്കായിട്ടുള്ള നല്ല 250cc ബൈക്കാണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിലുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 250cc വണ്ടിക്കുള്ള എന്തുണ്ട് എന്നൊന്നും ആരും പറഞ്ഞ് നിങ്ങളെ കളിയാക്കാനൊന്നും പോകുന്നില്ല ഈ വണ്ടി എടുത്തെന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കൊടുക്കുന്ന വിലയ്ക്കുള്ള ഒരു വാല്യൂ ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ഒരു 250cc ബൈക്കാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സിറ്റി റൈഡ്സിനും അല്ലെങ്കിൽ ഹൈവേ റൈഡ്സിനും ആയിരിക്കും കേട്ടോ. ഒരു ഡെയിലി കമ്മ്യൂട്ടറായിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു മൈലേജ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ഒരു 30-35 ഒക്കെ ആയിരിക്കും. ഒരു സിറ്റി ബൈക്കായിട്ട് മാത്രം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് പക്ക ഒരു ഓപ്ഷനാണ്. കാരണം ടൂറിങ് ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ല, അതിൻ്റെ ഹാൻഡിലുണ്ട്. അപ്പോൾ അതൊരു ടൂറിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹാൻഡിൽ ബാർ അല്ല. ചിലപ്പോൾ നിങ്ങൾ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൂറിങ് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൂറിങ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്, 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ NSൽ നമുക്ക് 6 സ്പീഡ് അല്ലേ ലിക്വിഡ് കൂൾഡ് അല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് തോന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ നിന്ന് ഓടിച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. വണ്ടി നല്ല ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു 250cc എഞ്ചിനാണ് കേട്ടോ. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് എടുത്ത സമയത്ത് തന്നെ വണ്ടി നല്ല ഫുള്ളായിരുന്നു. എനിക്ക് ഇതിൽ ടെമ്പററി നമ്പർ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പറ്റുമെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് ആയിട്ട് റിവ്യൂ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. നല്ല ഫുള്ളുള്ളൊരു എഞ്ചിനാണ് കേട്ടോ. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് റൈസൊക്കെ 250 ഡ്രാഗ് റൈസ് വേറെ ഏതെങ്കിലും ബ്രാൻഡുമായിട്ടൊന്ന് ജസ്റ്റ് നോക്കുക. വണ്ടി നല്ല പൊട്ടുപോലെ കയറുന്നുണ്ട് കേട്ടോ. വണ്ടി നല്ല സെറ്റായിട്ട് നല്ലപോലെ ഇനിഷ്യൽ പുള്ളിങ് കയറുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ എക്സോ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ ഐഡിലാണ് വണ്ടി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ കൈ കൊടുക്കുന്ന സമയത്തുള്ള സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഒരു 250cc കൂടുതലുള്ളൊരു സൗണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആസ് എ 250cc ബൈക്ക് ഒരു 250cc പ്രൊഡ്യൂസ് ചെയ്യുന്ന കാട്ടി നല്ലൊരു സൗണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ ഐഡിൽ സൗണ്ട് കിടക്കുന്നത് നമ്മൾ റൈസ് ചെയ്യുന്ന സമയത്ത്. ഗൈസ്, അപ്പോൾ അത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2021 മോഡൽ പൾസർ N250 നമ്മൾ റിവ്യൂ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വണ്ടിയെ പറ്റി എന്തെങ്കിലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നത് നമ്മുടെ സാരഥി ബജാജ് കൊല്ലമാണ്. അപ്പോൾ അവരെ കോൺടാക്ട് നമ്പർ എന്തായാലും ഞാൻ വീഡിയോ താഴെ ഇപ്പോൾ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ്, ഓൺ റോഡ്, ഡൗൺ പേയ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിന് മുന്നേ നമ്മുടെ വണ്ടി എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.